പഞ്ചാബ് സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വാത്മീകി എന്ന് പറയുന്ന ഒരു സമുദായത്തിനും മൊഴഭാവി സിഖ് എന്ന് പറയുന്ന ഒരു സമുദായത്തിനും പട്ടികജാതി വർഗ സംവരണത്തിൻ്റെ മൊത്തമുള്ള സംവരണത്തിൻ്റെ 50% ഈ രണ്ട് സമുദായത്തിന് വേണ്ടി മാറ്റിക്കൊണ്ട് പഞ്ചാബ് ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഉത്തരവല്ല, ഒരു സർക്കുലർ. ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് അറിഞ്ഞാൽ സർക്കാർ ഉദ്യോഗങ്ങളിലും രണ്ടാമത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആ സർക്കുലർ നിലനിൽക്കെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ 8% സംവരണമെങ്കിൽ അതുപോലെ പഞ്ചാബിൻ്റെ സംവരണത്തിൻ്റെ പകുതിയും അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് സംവരണം കൊടുക്കുകയും ചെയ്യൂ. ഈ സംവരണത്തിനെയല്ല ഈ സർക്കുലറിനെ പഞ്ചാബിലെ പല പട്ടികജാതി സംഘടനകളും പഞ്ചാബ് ആൻഡ് ഹരിയാന എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ അത് ചോദ്യം ചെയ്യുകയും ഡിവിഷൻ ബെഞ്ച് ആ സർക്കുലർ റദ്ദാക്കുകയും ചെയ്തു. ആ റദ്ദാക്കിയ കാരണത്തെ എതിർത്തുകൊണ്ട് പഞ്ചാബ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും ആ അപ്പീൽ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അപ്പീൽ ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ 2 രീതിയിലാണ് കേസ് എടുക്കുന്നത്. ഒന്ന് അഡ്മിഷൻ സ്റ്റേജ് ഉണ്ട്, SLP എന്ന് പറയും, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. രണ്ടാമത് SLP ഫയൽ ചെയ്തതിന് ശേഷമാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അപ്പീൽ സ്റ്റേജിലല്ല ഡിസ്മിസ് ചെയ്ത് SLP സ്റ്റേജിൽ തന്നെ ഡിസ്മിസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫയൽ സ്വീകരിച്ചില്ല, ഡയറി നമ്പർ വെച്ച് തന്നെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ ഒരു അങ്ങനെ SLP സുപ്രീം കോടതിയിൽ നിലനിൽക്കെ പഞ്ചാബ് ഒരു നിയമനിർമ്മാണം നടത്തി. ആ നിയമത്തിൻ്റെ പേരിങ്ങനെയാണ്: പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സർക്കുലറിൽ എന്തായിരുന്നുവോ പറഞ്ഞിരുന്നത് അതേ നിയമങ്ങൾ അതുപോലെ തന്നെ ഒരു വള്ളി പുള്ളി വിസർഗം വിടാതെ അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാന ചോദ്യം ഇതാണ്: സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വസ്തുതയെക്കുറിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ പ്രധാന വിഷയം പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും മോർ ബാക്ക്വേർഡ് കാസ്റ്റ് ഉണ്ടോ എന്നതല്ല ഇവിടുത്തെ നിയമപരമായ വിഷയം. നിയമപരമായ വിഷയം വേറെയാണ്. എന്താണ്? സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്താൻ പറ്റുമോ? ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ നിയമനിർമ്മാണം നടത്തിയാൽ പഞ്ചാബ് ആക്ട് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന നിയമത്തിൻ്റെ സെക്ഷൻ 4 സബ്ക്ലോസ് 5 പ്രകാരം പട്ടികജാതിയിലെ പട്ടികവർഗത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയാൽ അത് ഭരണഘടനാ വിരുദ്ധമാണോ? അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ: പാർലമെൻറ്റിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുമോ, അതോ നിയമസഭയ്ക്കും കൂടി അധികാരമുണ്ടോ? ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഭരണഘടനയുടെ 341 അനുച്ഛേദ പ്രകാരം ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരമാണ് പട്ടികജാതി ലിസ്റ്റ് വന്നത്. ആ ലിസ്റ്റിനെ ഓൾട്ടർ ചെയ്യാൻ, മാറ്റാൻ, അല്ലെങ്കിൽ അത് നിലനിർത്താൻ, അല്ലെങ്കിൽ അതിലെ ഒരു വിഭാഗത്തിന് മാത്രം സംരക്ഷണം കൊടുക്കുവാൻ ആർക്ക് അധികാരമുണ്ടോ? നിയമസഭയ്ക്ക് അധികാരമുണ്ടോ? ഈ ക്വസ്റ്റ്യനാണ് നിയമപരമായ സുപ്രീം കോടതിയുടെ ചർച്ചയ്ക്ക് വരുന്നത്. സുപ്രീം കോടതിയുടെ ചർച്ചയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്ക് സംവരണം കിട്ടിയോ, വേറൊരു ജാതിക്ക് സംവരണം കിട്ടിയില്ലയോ, സംവരണം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് എന്ന ഫാക്ച്വൽ ആസ്പെക്റ്റ്, ലീഗൽ ആസ്പെക്റ്റിന് ശേഷം മാത്രമേ ചർച്ചയ്ക്ക് വരുള്ളൂ. കൂടുതലും സുപ്രീം കോടതി ലീഗൽ ആസ്പെക്റ്റിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ ആസ്പെക്റ്റിനെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന 9ാമത്തെ ചർച്ചയാണിത്. അതുകൊണ്ട് 8 ചർച്ചയിലും പങ്കെടുത്തവർക്ക് ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ അറിയാം.
ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ദയവ് ചെയ്ത് ഇതിനകത്തുള്ള വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കാവൂ. പുറത്തുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. 5-6 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് പോവാം. ഇൻ ജർണാലി സിംഗ് എന്ന് പറയുന്ന കേസിൽ ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഇങ്ങനെ പറയുകയുണ്ടായി. എങ്ങനെ പറയുകയുണ്ടായി? ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ക്രീമി ലെയർ കൺസെപ്റ്റ് ഇൻ ആർട്ടിക്കിൾ 341 and 344 ഡസ് നോട്ട് ഇൻ എനി വേ തിങ്കർ വിത്ത് പ്രസിഡൻഷ്യൽ ലിസ്റ്റ് ഫോളോയിങ് ഡിസ്കഷൻ വാസ് മെയ്ഡ്. 341 പറയുന്ന SC ലിസ്റ്റിലും 342 എന്ന് പറയുന്ന ST ലിസ്റ്റിലും ക്രീമി ലെയർ അനുവദിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജർണാലി സിംഗ് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞു. അതിൻ്റെ ഡിസ്കഷൻ താഴെ പറയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഡിസ്കഷൻ. വി ആർ ഗോയിങ് ഫോർ ദ ഡിസ്കഷൻ. ആ ഡിസ്കഷൻ നോക്കൂ. ഡിസ്കഷനിൽ ദ ഹോൾ ഒബ്ജക്റ്റ് ഓഫ് റിസർവേഷൻ ഈസ് ടു സീ ദാറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ് മൂവ് ഫോർവേഡ് സോ ദാറ്റ് they may march hand in hand with other citizens of India on equal basis. ഇപ്പോൾ ബാക്ക്വേർഡ് സിറ്റിസൺ ഫോർവേഡ് സിറ്റിസണിലേക്ക് എത്തുന്നതിന് വേണ്ടിയും ഫോർവേഡ് സിറ്റിസണ് തോളോട് തോൾ ചേർന്ന് അല്ലെങ്കിൽ കൈകൾ കോർത്തുകൊണ്ട് നമ്മുടെ രാജ്യ പുരോഗതിയിലേക്ക് വരികയും ചെയ്യണം. അവർക്ക് തുല്യത ഉണ്ടാകണം എന്നതാണ് റിസർവേഷൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ്. നോക്കൂ, the whole object of reservation is to see that backward class of citizen move forward so that they may march hand in hand with other citizen of India on the equal basis. Equality before law and equal protection of law എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 അടിസ്ഥാനത്തിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗം മുന്നോക്ക വിഭാഗവുമായി ഒരുമിച്ച് പോകേണ്ടതിന് വേണ്ടിയാണ് റിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിസ്കഷനിൽ പറയുന്നു. ദിസ് വിൽ നോട്ട് പോസിബിളി ഫുള്ളി ദ ക്രീമി ലെയർ വിത്തിൻ ദി ക്ലാസ് ബാഗ് ഓൾ കവേർട്ടഡ് ജോബ്സ് ഇൻ പബ്ലിക് സെക്ടർ ആൻഡ് പെർപെക്ച്വൽ ദംസെൽസ്. ദിസ് വിൽ നോട്ട് പോസിബിൾ, മുകളിൽ പറഞ്ഞ കാര്യം സാധ്യമല്ല. എങ്ങനാണെങ്കിൽ ഈ ഫുള്ളി ക്രീമി ലെയർ വിത്തിൻ ദാറ്റ് ക്ലാസ് ബാഗ് ഓൾ കവേർഡ് ജോബ്സ് ആർ പബ്ലിക് സെക്ടർ പെർപെക്ച്വൽ ടു ദംസെൽസ്. അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ബാഗ് ക്രീമി ലെയർ പോലെ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു കവർ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് എന്ത് ചെയ്യത്തില്ല, ഫോർവേഡ് ക്ലാസ്സായി മുന്നോട്ട് വരില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവിടെ പറയുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് പിന്നെ ലീവിങ് ദം ടു റെസ്റ്റ് ക്ലാസ് ആസ് ബാക്ക്വേർഡ് ദേ ആർ ഓൾവേസ് ഫെയർ. അപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ആവശ്യമില്ല, ഏതിൽ SC STയിൽ ആവശ്യമില്ല എന്ന് ജർണാലി കേസിൽ സുപ്രീം കോടതി പറയുന്നു. This being the case, it is clear that when the court applies a creamy layer principle to scheduled caste and scheduled tribe, it does not in any manner tinker with the presidential list of 342 of the Constitution of India. അവിടെ എന്താ പറഞ്ഞത്? ക്രീമി ലെയർ കൺസെപ്റ്റ് പ്രസിഡൻഷ്യൽ ഓർഡറായ ആർട്ടിക്കിൾ 341 342 നഗ്നമായ ലംഘനമാണ് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. നോക്കൂ, എന്ന് പറഞ്ഞേ, ഇറ്റ് ഡസ് നോട്ട് ഇൻ എനി മാനർ തിങ്കർ വിത്ത് ദ പ്രസിഡൻഷ്യൽ ലിസ്റ്റ് 341 ആൻഡ് 342 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിലെ 341 എന്ന് പറയുന്ന SC ലിസ്റ്റും 342 എന്ന് പറയുന്ന ST ലിസ്റ്റിനെയും എന്ത് ചെയ്യത്തില്ല, ഒരു തരത്തിലും ഇത് ബാധിക്കരുത്. എന്ത് ബാധിക്കരുത്? ക്രീമി ലെയർ കൺസെപ്റ്റ് ബാധിക്കരുത്. ദ കാസ്റ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സബ് ഗ്രൂപ്പ് നെയ്മഡ് ഇൻ ദ സെഡ് ലിസ്റ്റ് കണ്ടിന്യൂസ് എക്സാക്ട്ലി ആസ് ബിഫോർ.
മുകളിൽ മുമ്പേ എങ്ങനെയാണോ നിന്നത് എന്നാൽ ജർണാലി കേസ് വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാസ്റ്റുകൾ ആ ലിസ്റ്റിൽ നിന്നത് അതുപോലെ തന്നെ ഇതിന് ശേഷവും നിലനിൽക്കേണ്ടതുണ്ട്. ദ കാസ്റ്റ് ഓർ ഗ്രൂപ്പ് ഓർ സബ് ഗ്രൂപ്പ് നെയിംഡ് ഇൻ ദ സെഡ് ലിസ്റ്റ് കണ്ടിന്യൂസ് എക്സാക്ട്ലി ആസ് ബിഫോർ. മുമ്പേ എങ്ങനെയായിരുന്നു ലിസ്റ്റ് നിലനിന്നത് അതുപോലെ ഇപ്പോഴും നിലനിൽക്കണം. അവരെന്ത് ചെയ്യരുത്, സാമ്പത്തിക തട്ടിൽപ്പെടുത്താൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൺലി ദോസ് പേഴ്സൺ വിത്തിൻ ദാറ്റ് ഗ്രൂപ്പ് ഓർ സബ് ഗ്രൂപ്പ് who have come out untouchability or backwardness by virtue of belong to the set creamy layer. അവിടെ എന്താ പറഞ്ഞേ, ക്രീമി ലെയർ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് ഈ ലിസ്റ്റിൽ വരുന്നവർ എന്ത് ചെയ്യുന്നില്ല, അൺടച്ചബിലിറ്റിക്ക് പുറത്താകുന്നില്ല. അവർ അൺടച്ചബിലി അനുഭവിച്ചവരാണ്. അവർ ബാക്ക്വേർഡിൽ നിന്നും പുറത്താകുന്നില്ല, അവർ ബാക്ക്വേർഡുമാണ്. അതുകൊണ്ട് ക്രീമി ലെയർ കൺസെപ്റ്റ് SC/STക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. ക്രീമി ലെയർ കൺസെപ്റ്റ് SC/STയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് SC/STയുടെ അൺടച്ചബിലിറ്റി മാറുന്നില്ല. ക്രീമി ലെയർ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് SC/STയുടെ ബാക്ക്വേർഡ്നെസ്സും മാറുന്നില്ല. അതുകൊണ്ട് ക്രീമി ലെയർ കൺസെപ്റ്റ് SC/STക്ക് ആവശ്യമില്ല എന്നാണ് ജർണാലി കേസിൽ പറഞ്ഞത്. അത് കൃത്യമായി മനസ്സിലാക്കണം. ഹൂ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ. കുറച്ച് പേർക്ക് ക്രീമി ലെയർ കൊണ്ടുവന്നത് കൊണ്ട് റിസർവേഷൻ്റെ ബെനിഫിറ്റ് പോയി, അവർക്ക് അൺടച്ചബിലിറ്റി മാറുന്നില്ല. അവർ ബാക്ക്വേർഡ്നെസ്, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ മാറുന്നില്ല. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ മാത്രമേ അവർക്ക് ഇന്ന് മാറുന്നുള്ളൂ. ഇത് അൺടച്ചബിലിറ്റി മാറുന്നില്ല, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ മാറുന്നില്ല, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും മാറുന്നില്ല. അതുകൊണ്ട് ക്രീമി ലെയർ SC/STക്ക് പാടില്ല എന്ന് ജർണാലിസിംഗ് കേസിൽ പറഞ്ഞു. ഈവൻ ദീസ് പേഴ്സൺസ് ഹൂ ആർ കണ്ടൈൻഡ് വിത്തിൻ ദ ഗ്രൂപ്പ് or subgroup in presidential list continues to be within those list. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ആർട്ടിക്കിൾ 341-ലും 342-ലും നിൽക്കുന്നവർ അവർക്ക് ലിസ്റ്റിലും ഉണ്ടായിരിക്കണം, അവർക്ക് എന്തും ഉണ്ടായിരിക്കണം, സംവരണവും ഉണ്ടായിരിക്കണം. അടുത്തെന്താ പറഞ്ഞേ, it is only when it comes to the application of reservation principle under article 14 and 16 that creamy layer within that subgroup is not given the benefit of such a reservation. നോക്കൂ, ക്രീമി ലെയർ പ്രിൻസിപ്പിൾ 16 പ്രകാരവും 14 പ്രകാരവും കൊണ്ടുവന്നാൽ എന്ത് ചെയ്യത്തില്ല, SC/STയുടെ ബെനിഫിറ്റിന് അതെന്ത് ചെയ്യത്തില്ല, സബ് ഗ്രൂപ്പുകൾ. ഇവിടെ പറഞ്ഞത് ഇറ്റ് ഈസ് only when it comes to the application of reservation principle in article 14 and 16. article 14 എന്ന് പറയുന്നത് എന്താ, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. 16 എന്താ പറയുന്നത്, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ കൊടുക്കുമ്പോഴും ബാക്ക്വേർഡ്നെസ് ഉള്ളവർക്കും പിന്നോക്കക്കാർക്കും SC/STക്കും പ്രത്യേകമായി ബെനിഫിറ്റുകൾ കൊടുക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല. അതാണ് യഥാർത്ഥ റിസർവേഷൻ. അങ്ങനെ വന്നാൽ ദാറ്റ് ദ ക്രീമി ലെയർ വിത്തിൻ ദാറ്റ് സബ് ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു ജാതിക്ക് അകത്തുള്ള മറ്റൊരു ജാതിയെ ക്രീമി ലെയർ കൊണ്ടുവന്നാൽ ഈസ് നോട്ട് ഗീവൺ ദ ബെനിഫിറ്റ് ഓഫ് സച്ച് റിസർവേഷൻ. അത് എന്തില്ല, റിസർവേഷൻ്റെ ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് 16 പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ SC/STക്ക് അവിടെ ക്രീമി ലെയർ പാടില്ല എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജർണാലി കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലല്ല കേട്ടോ, ജർണാലി കേസിലെ കാര്യമാണ് പറഞ്ഞത്. അടുത്തത്, വി ഡു നോട്ട് തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ഗോ ഇൻ ടു വെദർ പാർലമെൻറ്റ് മേ ഓർ മേ നോട്ട് എക്സ്ക്ലൂഡ് ക്രീമി ലെയർ ഫ്രം ദ പ്രസിഡൻഷ്യൽ ലിസ്റ്റ് കണ്ടെയ്ൻ ഇൻ ആർട്ടിക്കിൾ 341 ആൻഡ് 342. അവിടെ എന്ന് പറയാം, വി ഡു നോട്ട് തിങ്ക്, ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. എങ്ങനെ ചിന്തിക്കുന്നില്ല, ഇറ്റ് ഈസ് നെസസറി, ഇത് വളരെ അത്യാവശ്യമാണ്, ടു ഗോ ഇൻ ടു വെദർ, അതിലേക്ക് പോകണം. എന്തിനാ, പാർലമെൻറ്റിലേക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കണം. എന്തുവാ, മേ ഓർ മേ നോട്ട് എക്സ്ക്ലൂഡ് ദ ക്രീമി ലെയർ, ക്രീമി ലെയർ അന്ന് ഒഴിവാക്കണം ഫ്രം ദ പ്രസിഡൻഷ്യൽ ലിസ്റ്റ്. പ്രസിഡൻ്റ് ലിസ്റ്റിലെ 341, 342 എന്നതിനെക്കുറിച്ച് ക്രീമി ലെയർ ഒഴിവാക്കണമെന്ന വിഷയത്തെക്കുറിച്ച് പാർലമെൻറ്റിലേക്ക് പോകണം എന്ന ചർച്ച നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പറയുന്നത് പാർലമെൻറ്റ് വഴിയാണ് OBCക്ക് ക്രീമി ലെയർ ഏർപ്പെടുത്തിയത്.
പാർലമെൻറ്റ് വഴി SC ക്രീമി ലെയർ ഏർപ്പെടുത്തണം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഈവൻ ഓൺ ദ അസംഷൻ ദാറ്റ്, നമുക്കിങ്ങനൊരു അസംഷൻ പോലും ഇല്ല. എന്താണ്? ആർട്ടിക്കിൾ 341 ആൻഡ് 342 എംപവർ പാർലമെൻറ്റ് ടു എക്സ്ക്ലൂഡ് ദ ക്രീമി ലെയർ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് വിത്ത് ലിസ്റ്റ്. ഈ കേസാണ് നമ്മുടെ KG ബാലകൃഷ്ണ സാറൊക്കെ വിധി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കോലാഹലമുണ്ടായ കേസ്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ പട്ടികജാതിക്കാർക്ക് അന്ന് ക്രീമി ലെയർ ഏർപ്പെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടായ കേസാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ? ഈവൻ ഓൺ ദ അസംഷൻ ദാറ്റ്, ഞങ്ങളിങ്ങനെ അസംഷൻ ചെയ്യുന്നുമില്ല. 341 എന്ന് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ ആൻഡ് 342 എന്ന് പറഞ്ഞാൽ 342 എന്ന് പറഞ്ഞാൽ പട്ടികവർഗ ലിസ്റ്റ്. എംപവർ പാർലമെൻറ്റ് ടു എക്സ്ക്ലൂഡ് ക്രീമി ലെയർ, പാർലമെൻറ്റ് ഇങ്ങനെ അധികാരമുണ്ട്. ഫ്രം ദ ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് ദീസ് ലിസ്റ്റ്, 341 പറയുന്ന പട്ടികജാതി ലിസ്റ്റിലും 342 എന്ന് പറഞ്ഞ പട്ടികവർഗ ലിസ്റ്റിലെയും ആൾക്കാരെ ക്രീമി ലെയറിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട് എന്നാണ് ഞങ്ങൾ അസം ചെയ്യുന്നത്. ഈവൻ ഓൺ അസംഷൻ ദാറ്റ്, ഞങ്ങളിങ്ങനെ അസ്യൂം ചെയ്യും. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് applying Article 14 and 16 of the Constitution to exclude this creamy layer cannot be said to withwatered in this exercise by the fact that persons stated to be within a particular group or subgroup in the presidential list may be kept out of the parliament on the application of the creamy layer principle. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ക്രീമി ലെയർ പ്രിൻസിപ്പിൾ OBCക്ക് കൊണ്ടുവന്നാൽ പോലും പ്രസിഡൻഷ്യൽ ഓർഡർ വഴി വന്ന 341 ക്ലാസിനോ സബ് ക്ലോസിനോ അത് ബാധകമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട് എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, one of most important principle that has been frequently applied in the constitutional law is doctrine of harmonious interpretation. ഹാർമോണിയസ് ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രട്ടേഷനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിലേക്ക് കൂട്ടുപിടിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് ഫ്രീക്വൻ്റ്ലി അപ്ലൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്ട്രിൻ, ഭരണഘടനാപരമായ സിദ്ധാന്തങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കാത്ത, സമരസപ്പെട്ടു പോകുന്ന, ഒരുമിച്ച് പോകുന്ന തത്വശാസ്ത്രമാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ നല്ലത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഓക്കെ, when the Article 14 and 16 are harmoniously interpreted along with other Article 341 and 342, it is clear that the Parliament will have to compete freedom to include and exclude a person from the presidential list based on the relevant factors. അവിടെ എന്താ പറഞ്ഞേ? 341 എന്ന് പറയുന്ന ആർട്ടിക്കിളും 342 എന്ന് പറയുന്ന ആർട്ടിക്കിളും എന്ന് പറഞ്ഞാൽ പട്ടികജാതി ലിസ്റ്റും പട്ടികവർഗ ലിസ്റ്റിലും പെടുന്ന ആൾക്കാരെ ഉൾപ്പെടുത്താനും പുറത്താക്കുന്നതിനും ആർക്ക് അധികാരമുണ്ട്? പാർലമെൻറ്റിന് അധികാരമുണ്ട്. അവിടെ അങ്ങനെയാണ് പറയുന്നത്. വെൻ ദ ആർട്ടിക്കിൾ 14 and 16 ആർ ഹാർമോണിയസ്ലി ഇൻ്റർപ്രറ്റഡ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഭാഗവും 16 സംവരണം കൊടുക്കണമെന്ന് പറയുന്ന ഭാഗവും മത്സരബുദ്ധി ഇല്ലാതെ ഒരുമിച്ച് പോകണമെന്ന രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ആർട്ടിക്കിൾ 341 എന്ന് പറയുന്ന പട്ടികജാതി ലിസ്റ്റും 342 എന്ന് പറയുന്ന പട്ടികവർഗ ലിസ്റ്റും ഈസ് ക്ലിയർ ദാറ്റ് ദ പാർലമെൻറ്റ് വിൽ ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം. പാർലമെൻറ്റിന് സ്വാതന്ത്ര്യമുണ്ട്. വിൽ ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാണ്? ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദ റിലവേഷൻ ഫാക്ടേഴ്സ്. ആ ലിസ്റ്റിലെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനും ഒരാളെ ഉൾപ്പെടുത്തുന്നതിനും ഒഴിവാക്കുന്നതിനും, ജാതികളെ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നതിന് അധികാരം ആർക്കാണുള്ള? പാർലമെൻറ്റിനാണുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിയമസഭയ്ക്ക് ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഗവൺമെൻറ് ഈ നടത്തിയ ഈ നടപടി പാർലമെൻറ്റാണ് ചെയ്തതെങ്കിൽ മാത്രമേ അതിനോട് യോജിക്കാൻ പറ്റൂ, നിയമസഭ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവിടെ പറയുകയാണ്. ഓക്കെ, അടുത്തത്. സിമിലർലി
അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് വെൻ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിസർവേഷൻ എന്ന തത്വം ഭരണഘടനാ കോടതികൾ ഉപയോഗിക്കുമ്പോൾ will be well within their jurisdiction to exclude the creamy layer from such group and subgroup when applying the principle of equality under Article 14 and 16. ആർട്ടിക്കിൾ 16 പ്രകാരവും ആർട്ടിക്കിൾ 14 പ്രകാരവും ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പറഞ്ഞെന്താ? അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഭരണഘടനാ കോടതികൾ വെൻ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിസർവേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തത്വശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു? ഉപയോഗിക്കുമ്പോൾ വിൽ ബി വെൽ വിത്തിൻ ദെയർ ജൂറിസ്ഡിക്ഷൻ, അവർ അവരുടെ അധികാര പരിധിക്കകത്ത് വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാം. വിൽ ബി വെൽ വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ടു എക്സ്ക്ലൂഡ് ദ ക്രീമി ലെയർ ഫ്രം സച്ച് ഗ്രൂപ്പ് ഓർ സബ് ഗ്രൂപ്പ് വെൻ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാളിറ്റി. അപ്പോൾ ക്രീമി ലെയർ പ്രിൻസിപ്പിൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ അവർക്ക് അധികാരവും ഉണ്ട്. ആർക്ക് അധികാരമുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്ക് അധികാരമുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരമുണ്ട്? ആർട്ടിക്കിൾ 14ൻ്റെയും ആർട്ടിക്കിൾ 16ൻ്റെയും അടിസ്ഥാനത്തിൽ അധികാരമുണ്ട്. 14 എന്താ പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് മാത്രമല്ല, നിയമത്തിൻ്റെ സംരക്ഷണം എല്ലാവർക്കും തുല്യ രീതിയിൽ കിട്ടുകയും വേണം. 16 എന്താ പറയുന്നത്? എല്ലാവരും തുല്യരാണെങ്കിലും പിന്നോക്കക്കാർക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും പ്രത്യേക നിയമനിർമ്മാണം നടത്താം എന്നാണ് 16 പറയുന്നത്. അപ്പം ഈ 16ൻ്റെയും 14ൻ്റെയും നിന്നുകൊണ്ട് ക്രീമി ലെയർ എവിടെ നിന്ന് ഒഴിവാക്കാം? 341 നിന്നും 342 നിന്നും ഒഴിവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഭരണഘടനാ കോടതിക്ക് അധികാരമുണ്ട്. എന്ന് പറയാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരം. വി ഡു നോട്ട് എഗ്രി വിത്ത് ബാലകൃഷ്ണൻ KG, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നോക്കൂ, ബാലകൃഷ്ണൻ സാറിൻ്റെ ജഡ്ജിമെൻ്റാണ്. വി ഡു നോട്ട് എഗ്രി വിത്ത് ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ബാലകൃഷ്ണൻ്റെ തീരുമാനത്തിനോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വി ഡു നോട്ട് എഗ്രി, ഞങ്ങൾ ഒരുമിച്ച് പോകുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് ഇൻ ദ അശോക് കുമാർ താക്കൂർ that the creamy layer principle is merely a principle of identification and not a principle of equality. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാളിറ്റി അല്ല ക്രീമി ലെയർ, പ്രത്യേകം ഐഡൻറ്റിഫിക്കേഷൻ ആണ് എന്ന് പറയുന്ന ബാലകൃഷ്ണ സാറിൻ്റെ ജഡ്ജിമെൻറ്റിനോടൊപ്പം ആര് പോകത്തില്ല? മറ്റ് ജഡ്ജിമാർ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? KG ബാലകൃഷ്ണ സാറ് ക്രീമി ലെയർ പ്രിൻസിപ്പിളിന് അനുകൂലമായിരുന്നു പട്ടികജാതിക്കാർക്ക് ഏർപ്പെടുത്താൻ, പക്ഷേ മറ്റുള്ളവർ പ്രതികൂലമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വരികൾക്കിടയിലൂടെ വായിച്ചാൽ അങ്ങനെ മനസ്സിലാവുന്നത്. വി ഡു നോട്ട് എഗ്രി വിത്ത് ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ അശോക് താക്കൂർ കേസ് ദാറ്റ് ദ ക്രീമി ലെയർ പ്രിൻസിപ്പിൾ മിർലി എ പ്രിൻസിപ്പിൾ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാണ്, ഒരാളെ കണ്ട് മനസ്സിലാക്കാനാണ്. ആൻഡ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാളിറ്റി, അത് ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ തുല്യതയല്ല എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ അടുത്ത ഡിസ്കഷൻ പേജ് നമ്പർ 28, പാരഗ്രാഫ് 28. Therefore, when നാഗരാജ് കേസ് 2006 നാഗരാജ് കേസ് applied the creamy layer test to scheduled caste and scheduled tribe in exercise of application based on structure test uphold the constitution amendment leading article 16 subclause 4A and subclause 4B. നോക്കൂ, ക്രീമി ലെയർ പ്രിൻസിപ്പിൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നടത്തണമെന്ന് നാഗരാജ് കേസ് പറഞ്ഞപ്പോൾ അന്ന് പാർലമെൻറ്റിൽ അധികാരത്തിലുണ്ടായിരുന്നവർ എന്ത് ചെയ്തു? 2 ഭേദഗതി കൊണ്ടുവന്നു. 16(4)(a)യും 16(4)(b)യും കൊണ്ടുവന്നു. ആ ഭേദഗതി ഉണ്ടായതുകൊണ്ടാണ് അന്ന് ക്രീമി ലെയർ പ്രിൻസിപ്പിൾ ആർക്ക് നടപ്പാക്കാതെ പോയത്? 2006 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ നടപ്പാക്കാതെ പോയത്. അപ്പോൾ 16(4)(a)യും ബിയും ഞാനൊന്ന് മലയാളത്തിൽ വായിച്ച് കേൾപ്പിക്കാം. 1 മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ 16(4)(a)യും 4(b)യും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 16(4)(a)യിൽ പറയുന്നത്, രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ ഏതെങ്കിലും തരത്തിലോ തരങ്ങളിലോ ഉള്ള തസ്തികകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പട്ടികജാതിക്കാർക്കോ പട്ടിക
ഗോത്രവർഗക്കാർക്കോ ഉദ്യോഗ കയറ്റത്തിൽ അനന്തരഫലമായ സീനിയോറിറ്റി സഹിതം സംവരണത്തിനു വേണ്ടി ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല. നോക്കൂ, അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രമോഷണൽ റിസർവേഷൻ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കൊടുക്കുന്നതിൽ പ്രത്യേക നിയമനിർമ്മാണം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. 16B എന്താ പറയുന്നത്? 16(4)B പറയുന്നത് സംവരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഒരു വർഷം തികയുന്നതിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട ആ വർഷത്തെ ഏതെങ്കിലും നികത്താത്ത ഒഴിവുകളിൽ ഏതെങ്കിലും തുടർന്നു വരുന്ന വർഷങ്ങളിലോ നികത്തേണ്ട ഒഴിവുകൾ ഒരു പ്രത്യേക വിഭാഗമായി കണക്കാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയാത്തതും ആ വർഷത്തെ ഒഴിവുകളുടെ ആകെ എണ്ണത്തിൻ്റെ 50% സംവരണ പരിധി നിശ്ചയിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒഴിവുകളുടെ വിഭാഗത്തെ അവ നികത്തിക്കൊണ്ടിരിക്കുന്ന ആ വർഷത്തെ ഒഴിവുകളോടൊപ്പം കണക്കാക്കാൻ പാടില്ലാത്തതുമാണ്. ഇങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഞാനത് എൻ്റെ ഒരു ഭാഷ പറഞ്ഞത്. ബാക്ക്ലോഗ് സംവരണത്തിൽ ഇന്നലകളിലെ സംവരണം ഈ വർഷം കൊടുക്കുകയോ അടുത്ത വർഷം കൊടുക്കുകയോ ചെയ്യുമ്പോൾ സംവരണത്തിൻ്റെ അന്നത്തെ പരിധി 50% ഇപ്പുറത്തെ പരിധി 60%. ആ 60% എന്ന് പറയുന്ന സംവരണ പരിധി നോക്കാതെ ഇന്നലകളിലെ സംവരണം ഈ വർഷം കൊടുക്കാം എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് ഉദാഹരണത്തിന് 2019 കേരളത്തിലെ മൊത്തം സർക്കാർ സർവീസുകളിൽ 50,000 പേരെ എടുത്തു എന്ന് കരുതുക, അല്ലെങ്കിൽ 100 പേരെ എടുത്തു എന്ന് കരുതുക. അതാ ശരി. 100 പേരെ എടുത്താൽ പട്ടികജാതിക്കാർക്ക് 8 പേർക്കായിരുന്നു കൊടുക്കേണ്ടത്, കൊടുത്തില്ല, 4 പേർക്കേ കൊടുത്തുള്ളൂ. അപ്പോൾ 4 വേക്കൻസി ഈ വർഷം പരിഗണിക്കുക. അങ്ങനെ 8ഉം 4ഉം 12 പേരെ ഈ വർഷം പട്ടികജാതിയിൽ നിന്ന് എടുക്കാം, പട്ടികവർഗത്തിൽ നിന്നും അങ്ങനെ ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞത്. 16(4)(4)B പറഞ്ഞത് ബാക്ക്ലോഗ് ഫില്ല് ചെയ്യാമെന്ന്. 14(4)(4)A പറഞ്ഞ എന്താണ്? പ്രൊമോഷണൽ സംവരണം അനുവദിക്കാം. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുവാണെങ്കിൽ സീനിയോറിറ്റി അടക്കം അങ്ങ് പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും പുസ്തകത്തിലേ ഇരിക്കൂ, ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, 8ലെ പശുപുല്ല് ദിനത്തിലൊന്നും പുസ്തകത്തിലെ പശുപുല്ല് ദിനത്തിലാന്ന് പറഞ്ഞക്ക് പുസ്തകത്തിലെ നിയമം നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല. അതാണ് രസം. ഈ ചർച്ചയിൽ പ്രധാന ചർച്ച എന്തുവാ? SC/ST തരംതിരിക്കാൻ പാടുണ്ടോ എന്ന ചർച്ച ഇവിടെ നടക്കുന്നുള്ളൂ. ഈ പ്രൊമോഷണൽ സംവരണത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ നടക്കുന്നില്ല. ബാക്ക്ലോഗ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഇവിടെ നടക്കുന്നില്ല. അതാണ് ഇതിൻ്റെ രസം. ഇറ്റ് വിൽ നോട്ട് ഇൻ എനി മാനർ ഇന്റർഫെയർ ദ പാർലമെന്റ് പവർ ടു 341 or 342. അങ്ങനെ 16(4)Aയും 16(4)Bയും അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ 341, 342 എന്ന് പറയുന്ന SC ലിസ്റ്റിൻ്റെയും ST ലിസ്റ്റിൻ്റെയും പ്രസിഡൻഷ്യൽ അധികാരത്തിനകത്ത് ഇടപെടാതെയാണ് കൊണ്ടുവന്നത്. വി ആർ therefore clearly on the opinion that this part of the judgment does not need to revisit. അതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ പുനഃപരിശോധിക്കുന്നില്ല. എന്ത് പുനഃപരിശോധിക്കുന്നില്ല? SC/STക്ക് ക്രീമി ലെയർ ഏർപ്പെടുത്തരുത് എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് നമ്മൾ പുനഃപരിശോധിക്കുന്നില്ല എന്ന് എവിടെ പറഞ്ഞു? 2006 പറഞ്ഞു. ഇപ്പം നോക്കൂ, 2006, 2020 14 വർഷം കൊണ്ട് അവർ SC/STക്ക് സംവരണം കൊണ്ടുവരണമെന്ന നയത്തിലേക്ക് വന്നു. ഇതാണ് കാര്യം. There is no need of refer to നാഗരാജ് കേസ്. അതുകൊണ്ട് നാഗരാജ് കേസ് എങ്ങോട്ട് വിടണ്ട? 7 ജഡ്ജി ബെഞ്ചിലേക്ക് വിട്ടില്ല. പക്ഷേ പാർലമെൻറ്റിൽ അധികാരം മാറി. അപ്പോഴേക്കും എന്തു ചെയ്തു? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു നാഗരാജ് കേസ് അടക്കം എങ്ങോട്ട് വിടണം? 7 അംഗ ബെഞ്ചിലേക്ക് വിടണം. 5 അംഗ ബെഞ്ച് പറഞ്ഞു 7 അംഗ ബെഞ്ച് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. വി മേ ഓൾസോ ആഡ് ദിസ് juncture to Nagaraj unanimously judgment of 5 learned judges of the Supreme Court which has held sway since 2006. നോക്കൂ, 2006 വരെ നടന്ന നിയമയുദ്ധത്തിൽ ഒരു കാര്യം പറയുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി 5 ജഡ്ജിമാർ ഒറ്റക്കെട്ടായി പറയുന്നു നാഗരാജ് കേസ് എങ്ങോട്ട് വിടണ്ട,
7 അംഗ ബെഞ്ചിലേക്ക് വേണ്ട ക്രീമി ലെയർ പ്രിൻസിപ്പൾ പട്ടികയ്ക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. This judgment has to be repeatedly followed and applied the number of judgment in the court, namely ആ ജഡ്ജിമെൻറ്റ് താഴെ പറയുന്ന ഈ ലിസ്റ്റ് കിടക്കുന്ന എല്ലാ ജഡ്ജിമെൻറ്റിലും ഉപയോഗിച്ചുകൊണ്ടാണ് SC/ST ക്രീമി ലെയർ വേണ്ട എന്ന് ആര് സ്ഥാപിച്ചെടുത്തത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്ഥാപിച്ചെടുത്തത്. ഇനി അന്തരീക്ഷം മാറി. The reliance has been placed on the Ashok Kumar Thakur vs. Union of India. അശോക് കുമാർ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2008 കേസിലും ആ റിലയൻസ് വിശ്വാസം, റിലയൻസ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടു ഹാമർ ഹോം ദ പോയിന്റ് ദാറ്റ് ദ ഡിസിഷൻ ഓഫ് ഇന്ദിര സൊഹാനി വാസ് ലിമിറ്റഡ് ടു അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് നോട്ട് ടു ഷെഡ്യൂൾഡ് ക്ലാസസ്. അതുകൊണ്ട് ഇന്ദിര സൊഹാനി കേസിൻ്റെ പ്രിൻസിപ്പിൾ അല്ല ആർക്ക് മാത്രമേ ബാധകമായുള്ളൂ? ബാക്ക്വേർഡ് ക്ലാസ്സിന് മാത്രമേ ബാധകമായുള്ളൂ, SC/ST ബാധകമായില്ല. അത് എന്താ പറഞ്ഞ അവിടെ? SC/ST ക്രീമി ലെയർ ബാധകമാക്കുന്നില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞു. OBC ബാധകമാക്കാമെന്നും പറഞ്ഞു. അതാണ് അവിടുത്തെ ചർച്ച. അടുത്തത് ഇൻ സൊഹാനി കേസ് എന്ന് പറഞ്ഞാൽ ഇന്ദിര സൊഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ their discussion was confined only to the backward classes. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്, ഇന്ദിര സൊഹാനി കേസ് OBC കേസാണ്. ഇറ്റ് ഈസ് നോട്ട് SC/ST കേസ്. ഓക്കെ. സിമിലർലി അതുപോലെ തന്നെ ഇൻ ദ ഇൻസ്റ്റൻസ് കേസ്, ഈ കേസിൽ, ഏത് കേസിൽ? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കേസിൽ the entire discussion was confirmed only to backward classes. Therefore I express the opinion with regard to applicability of exclusion of creamy layer to backward classes, scheduled classes and scheduled tribe. അവിടെയും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞേക്കുന്നത് ഈ ചർച്ച, അന്ന് നടന്ന ചർച്ച, കേസിലെ ചർച്ച ഇതിനെക്കുറിച്ചാണ്, ബാക്ക്വേർഡ് ക്ലാസ്സിനെ കുറിച്ചാണ്, SC/ST കുറിച്ചല്ല. അതുകൊണ്ട് SC/ST കേസിൽ SC/STക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ക്രീമി ലെയർ നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്നു. അടുത്ത പേജ് അല്ല, അടുത്ത നമ്പർ 633 പേജ് പാരഗ്രാഫിൽ പറയുന്നു, ഇൻ ഇന്ദിര സൊഹാനി കേസ് ക്രീമി ലെയർ എക്സ്ക്ലൂഷൻ വാസ് ഓൺലി റിഗാർഡ് ടു ABC. എക്സ്ക്ലൂഷൻ, ക്രീമി ലെയറിൻ്റെ എക്സ്ക്ലൂഷനും ഇൻക്ലൂഷനെയും കുറിച്ചും OBCയെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. റെഡ്ഡി ജഡ്ജ് സ്പീക്ക്, റെഡ്ഡി എന്ന് പറഞ്ഞ ജഡ്ജി പറയുന്നത് ഫോർ മെജോറിറ്റി ജഡ്ജിമെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? എങ്ങനെയാണ് പറയുന്നത്? സ്പീക്കിംഗ് ഫ്രം ദ മെജോറിറ്റി ഓഫ് സുപ്രീം കോർട്ട്സ് പാരഗ്രാഫ് നമ്പർ, ദിസ് ഡിസ്കഷൻ ഈസ് കൺഫേംഡ് ടു അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഓൺലി ആൻഡ് നോട്ട് റെലവൻസ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. നോക്കൂ, ഈ ജഡ്ജിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ക്രീമി ലെയർ ജഡ്ജിമെൻറ്റിനെ കുറിച്ചുള്ള ചർച്ച ആർക്കാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന് ഇല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? OBCക്ക് മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. സിമിലർലി അതുപോലെ ഇൻ ദ ഇൻസ്റ്റൻസ് കേസ്, ഈ കേസിലും the entire discussion was confirmed only other backward classes. പഴയ കേസാണ് കേട്ടോ. Therefore I express no opinion with regard to applicability and exclusion of creamy layer to scheduled caste and scheduled tribe. അവിടെയും വളരെ വ്യക്തമായി പറഞ്ഞ എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒന്നും OBCക്കാർക്ക് ഏർപ്പെടുത്തുന്നില്ല, ക്രീമി ലെയർ ഏർപ്പെടുത്തുന്നില്ല. അടുത്തത് ഇനി അശോക് കുമാർ, no opinion was expressed concerning the creamy layer concept for scheduled caste and scheduled tribe. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നതിനെക്കുറിച്ചുള്ള ക്രീമി ലെയറിൻ്റെ കൺസെപ്റ്റ് പോലും അശോക് കുമാർ കേസിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഹൗ അവർ എന്നിരുന്നാലും ഇൻ ജർണാലി സിംഗ് കേസിൽ ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ ദാറ്റ് റിഗാർഡ് ദാറ്റ് ലേസ് ഡൗൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ജർണാലി സിംഗ് കേസിൽ പറയുന്നത് എന്താ? ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും എന്താവണം? ബാധകമാക്കണമെന്ന് പറയുന്നു. ഏതാ? ക്രീമി ലെയർ. ആൻഡ് ദാറ്റ് വുഡ് നോട്ട് ബി ഇൻകറിംഗ് ടു ദ ലിസ്റ്റ് അണ്ടർ ആർട്ടിക്കിൾ 341 ആൻഡ് 342. 341 342 ഇടപെടാനും പാടില്ല. ആർക്ക് എന്ത് ഏർപ്പെടുത്തണം? ക്രീമി ലെയർ ഏർപ്പെടുത്തണം SC/STക്ക്.
പക്ഷേ 341, 342 എന്ന് പറഞ്ഞ ലിസ്റ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഭേദഗതി ചെയ്യാനും പാടില്ല എന്നാണ് അവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്. The question involved in the present matter is of the classification, thereby preferential treatment without depriving any caste benefit reservation. കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന റിസർവേഷനെ എന്ത് ചെയ്യാൻ പാടില്ല, ആ റിസർവേഷനെ മറികടന്നുകൊണ്ട് ഒരു പ്രവൃത്തി നടത്താനും പാടില്ല. മാത്രമല്ല ബാക്ക്വേർഡ് ക്ലാസ്സിന് എന്ത് കൊടുക്കുകയും വേണം, കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുകയും വേണം. ദ ക്വസ്റ്റ്യൻ ഇൻവോൾവ് ഇൻ ദ പ്രസൻറ്റ് മാറ്റർ, ഈ വിഷയത്തിലെ ചോദ്യം എന്താണ്, ഈസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ദെയർ ബൈ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ജാതികളെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം, മുൻഗണന കൊടുക്കണം, വിത്തൗട്ട് ഡിപ്രൈവിംഗ് ദ കാസ്റ്റ് ബെനിഫിറ്റ്. ജാതിയുടെ ആനുകൂല്യം നഷ്ടപ്പെടാനും പാടില്ല. ജാതിയുടെ ആനുകൂല്യം നഷ്ടപ്പെടാതെ കൂടുതൽ പിന്നോക്കക്കാർക്ക് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ് അവിടെ പറഞ്ഞത്. ഇറ്റ് വാസ് ആർഗ്ഡ് ദാറ്റ്, അത് ഇങ്ങനെ പറയുന്നു, ആർഗ്യൂ ചെയ്യുന്നു, വാദഗതി ഉന്നയിക്കുന്നു. EV ചിന്നയ്യ ഈസ് കോൺട്രറി ടു അതർ ബൈൻഡിങ് ഡിസിഷൻ. EV ചിന്നയ്യ കേസ് എന്ന് പറയുന്നത് മറ്റ് തീരുമാനവുമായി ഒരുമിച്ച് പോകുന്നതല്ല. ഇൻ വസന്തകുമാർ കേസുമായി ഒരുമിച്ച് പോകുന്നില്ല. അത് കേരളത്തിലെ കേസാണ് കേട്ടോ. വസന്തകുമാർ വേഴ്സസ് MN തോമസ് എന്ന് പറയുന്ന കേസ്. അടുത്തത്, ഇൻ വസന്തകുമാർ കേസ് MR ബാലാജി വാസ് ഡിസ്റ്റിങ്വിഷ്ഡ് ദാറ്റ്. ഈ വസന്തകുമാർ കേസ് MR ബാലാജി എന്ത് പറയുന്നു, ഇതിനെ തരംതിരിക്കുന്നു. എന്തിനെ തരംതിരിക്കുന്നു, ജാതികളെ തരംതിരിച്ചു പറയുന്നു. ഓക്കെ, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ് നെസസറി ടു ഹെൽപ്പ് മോർ ബാക്ക്വേർഡ്. ഒരു ബാക്ക്വേർഡ് ക്ലാസ്സിനെ മോർ ബാക്ക്വേർഡ് എന്ന് തരംതിരിച്ചാൽ മോർ ബാക്ക്വേർഡ് ക്ലാസ്സിന് അത് ഗുണമുണ്ടാകും എന്ന് പറയുന്നു. The subclassification was held to permissible to help those classes who are definitely far behind the advanced classes. അഡ്വാൻസ് ക്ലാസ് എന്ന് പറയുന്ന മുന്നോക്ക ജാതിയിൽ നിന്ന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കക്കാരായി കൊണ്ടുവരുന്നതിന് വേണ്ടി ബാക്ക്വേർഡ് ക്ലാസ്സിനെ മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് സംബോധന ചെയ്യുന്നത് കുഴപ്പമില്ല, അവരെ അങ്ങനെ തരം തിരിക്കാം എന്ന് എവിടെ പറയുന്നു, ബാലാജി എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജ് വസന്തകുമാർ കേസിൽ പറയുന്നു. But ahead of very backward classes, followed opinion was expressed. പക്ഷേ മറ്റ് ജഡ്ജിമാർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ കുറിച്ച് ബാലാജി ജഡ്ജി താഴെ പറയുന്ന അഭിപ്രായവും പറഞ്ഞു. എന്താ പറഞ്ഞത്, It was also observed in Balaji case that the subclassification made a reservation order between backward class and more backward classes did not appear to justify Article 15 subclause 4. 15 subclause 4 പ്രകാരം മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അവിടെ ബാലാജി കേസിൽ പറയുന്നത്. 15 subclause 4 എന്താ പറയുന്നത്, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടിയോ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല. സാമൂഹികമായും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയോ പിന്നെന്തിനു വേണ്ടിയോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയോ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന രാഷ്ട്രത്തിനെ തടയുന്നില്ല എന്നാണ് 15(4) പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് Article 15 subclause 4 as it appear to measure devised to benefit of all classes within who are less advanced in compared with the most advanced class in the state. ഈ രാജ്യത്തെ എല്ലാ രീതിയിലും പുരോഗതിയിൽ നിൽക്കുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ്സിനുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ക്ലാസ് എന്നും മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്നും തരംതിരിക്കുന്നതിന് വേണ്ടിയാണ് 15(4) എന്ന് ചേർത്തിട്ടുള്ളത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. അടുത്ത്, A result of the classification was that merely 90% of the population of the state is treated as backward. ഈ രാജ്യത്തിൻ്റെ 90% ജനങ്ങളും എന്താണ്, ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് മോർ ബാക്ക്വേർഡ്നെസ് തരംതിരിക്കൽ ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
A result of the subclassification was that nearby 90% of the population of the state was treated as backward. അപ്പോൾ ബാക്ക്വേഡിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്വസ്റ്റ്യനെയറും കൊണ്ട് ഇറങ്ങിയപ്പോഴേക്കും 90% പേരും ആരായി? ബാക്ക്വേഡായി. ദി പ്രോപ്പർട്ടി ഓഫ് സച്ച് എ കോസ് മേ ബി ഓപ്പൺ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ദ ഫാക്ട് ഇൻ ഈച്ച് കേസസ്. അങ്ങനെ ബാക്ക്വേഡ് കണ്ടുപിടിച്ചപ്പോൾ 90% പേരുണ്ടെങ്കിൽ അവരെ സബ്ക്ലോസിഫൈ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഫാക്ടേഴ്സ്, പ്രത്യേക ക്വസ്റ്റ്യനും ഓപ്പൺ ചെയ്ത് വേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം ഈ 90% ഒരേപോലെ ബാക്ക്വേഡ്സ് അനുഭവിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ബട്ട് എന്നാൽ we do not see why on principle there cannot be classification backward classes and more backward classes. എന്നാൽ we do not see, നമ്മൾ കാണുന്നില്ല, why on principle there cannot be a classification. ബാക്ക്വേഡ് ക്ലാസ് എന്ന് തരംതിരിക്കുന്നത് ശരിയാണ്, പക്ഷേ ബാക്ക്വേഡ് ക്ലാസ്സിനകത്ത് മോർ ബാക്ക്വേഡ് ക്ലാസ് തരംതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ശരിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ മോർ ബാക്ക്വേഡ് ക്ലാസ്സിനെ തരംതിരിക്കാമെന്ന്. If both the classes are not merely a little behind but far far behind the most advanced classes. അപ്പോൾ എന്താ പറഞ്ഞത്? മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ് എന്ന് പറയുന്നവരും ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്നവരും മോർ ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ മോർ ബാക്ക്വേഡ് ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ അഡ്വാൻസ്ഡ് ക്ലാസ്സുമായിട്ട് ഫാർ ഫാർ ബിഹൈൻഡ് ആണ്. വളരെ വളരെ അന്തരമുണ്ടെന്നാണ് പറഞ്ഞത്. അന്തരമുണ്ടെന്നല്ല, വളരെ വളരെ അന്തരമുണ്ട്. അതുകൊണ്ട് മോർ ബാക്ക്വേഡ് ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. In fact, യഥാർത്ഥത്തിൽ such classification would be necessary to help more backward classes. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ അത് മോർ ബാക്ക്വേഡ് ക്ലാസ്സിന് വളരെയേറെ ഗുണം ചെയ്യും. Might walk away with all seats just as if reservation was confined to more backward classes and no reservation was to slightly more advanced backward classes. The most advanced classes would walk away with all seats available to general category, leaving none for backward classes. അവിടെ വേറൊരു ന്യായവും കൂടി പറയുന്നുണ്ട്. എന്താ പറയുന്നേ? അഡ്വാൻസ്ഡ് ക്ലാസ് എല്ലാവരും ഓപ്പൺ മെറിറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നു. ബാക്ക്വേഡ് ക്ലാസ് മൊത്തവും എവിടെ കോമ്പീറ്റ് ചെയ്യുന്നു? റിസർവേഷനിൽ കോമ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്ക്വേഡ് ക്ലാസ് റിസർവേഷനിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ആളെ ജനറൽ കാറ്റഗറിക്ക് മാറ്റിയില്ലെങ്കിൽ മോർ ബാക്ക്വേഡ് ക്ലാസ്സിനും കൂടി കിട്ടുന്നത് ബാക്ക്വേഡ് ക്ലാസ് അടിച്ചുകൊണ്ട് പോകും. കാരണം എന്താ? അവർക്ക് റിസർവേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്ക്വേഡ് ക്ലാസ്സിന് റിസർവേഷൻ കിട്ടത്തില്ലാത്തൊരു സാഹചര്യം വന്നാൽ അഡ്വാൻസ്ഡ് ക്ലാസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സീറ്റ് ആര് കൊണ്ടുപോകും? ബാക്ക്വേഡ് ക്ലാസ്സും കൊണ്ടുപോകും. ബാക്ക്വേഡ് ക്ലാസ്സിന് കിട്ടേണ്ട സാഹചര്യം ആര് കൊണ്ടുപോകും? മോർ ബാക്ക്വേഡ് കൊണ്ടുപോകും. അതുകൊണ്ട് മോർ ബാക്ക്വേഡ് എന്നും മോസ്റ്റ് ബാക്ക്വേഡ് എന്നും ഒക്കെ തരംതിരിക്കുന്നത് നല്ലതാണ്. ബാക്ക്വേഡ് ക്ലാസ്സിലെ കുറച്ച് പേര് ഓപ്പൺ മെറിറ്റ് മത്സരിക്കാൻ തയ്യാറാകും. ഇത് സാമൂഹ്യ പുരോഗതിക്ക് നല്ലതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. All that we can say is that subclassification may be permissible if there are classes of people who are identified far behind the advanced classes but ahead of the very backward class. നോക്കൂ, മോർ ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്നത് അഡ്വാൻസ് ക്ലാസ്സുമായി വളരെ വളരെ അന്തരമുണ്ടെങ്കിൽ എന്തു ചെയ്യാം? അവിടെ ബാക്ക്വേഡ് ക്ലാസിഫിക്കേഷൻ, മോർ ബാക്ക്വേഡ് ക്ലാസിഫിക്കേഷൻ നടത്താം. ഈ ജഡ്ജ്മെൻറ്റിലൂടെയാണ് ക്രീമി ലെയർ OBCക്ക് ബാധകമാകുന്നത് എന്ന് ഓർക്കണം. അടുത്തത് പറയുന്നു, അതുകൊണ്ട് ഇൻ M.N. തോമസ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ്, M.N. തോമസ് കേസിൽ ഇങ്ങനെ പറഞ്ഞു, there could be no objection to further classification within a class. OBCയുടെ ക്ലാസ്സിൽ ഫർദർ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നതിന് ഒരു എന്തില്ല, ഒബ്ജക്ഷൻ്റെ ആവശ്യമില്ല. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ്, അതിങ്ങനെ പറയുന്നു, men are born different, മനുഷ്യർ വ്യത്യസ്തരായി ജനിക്കുന്നു, and some sort of differential treatment is required to achieve proportional equality. ജനസംഖ്യാപരമായ ഇക്വാളിറ്റി, തുല്യത വരുന്നതിന് വേണ്ടി സം സോർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ദെയർ, വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ദ കോർട്ട് ഒപ്പീൻഡ് ദസ്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞേ?
The word caste in Article 16 subclause 4 does not include scheduled caste. 16 സബ്ക്ലോസ് 2-ൽ കാസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല. The definition scheduled caste is in under 366(24). ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നത് 364-ലെ 24-ാമത്തെ സബ് ക്ലാസിഫിക്കേഷനിലാണ്. 16 ക്ലോസിൽ അത് എന്ത് ചെയ്യത്തില്ല, വരില്ല എന്ന് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. 366-ലെ 24 എന്താണെന്ന് വായിച്ചു കേൾപ്പിക്കാം. പട്ടികജാതികൾ. എന്നാൽ ഭരണഘടനയുടെ ഒരു ആവശ്യങ്ങൾക്ക് 341 അനുച്ഛേദ പ്രകാരം പട്ടികജാതികളായി കരുതപ്പെടുന്ന ജാതികളോ വർഗങ്ങളോ ഗോത്രങ്ങളോ അങ്ങനെയുള്ള ജാതികളുടെയോ വർഗങ്ങളുടെയോ ഗോത്രങ്ങളുടെയോ അവാന്തര വിഭാഗങ്ങളും അർത്ഥമാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ 366 സബ്ക്ലോസ് 24-ൻ്റെ പരിധിയിൽ വരാതെ എവിടെ കാസ്റ്റ് എന്ന് പറഞ്ഞാലും അതെന്തല്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല എന്ന് ആര് പറയുന്നു? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. അടുത്തത് നോക്കൂ. Such caste, races, tribes or part of the group within such caste, race or tribes are deemed under Article 341. അങ്ങനെ വരുന്ന 366-24 ഡെഫിനിഷനിൽ വരുന്ന പട്ടികജാതിക്കാർ എവിടെ വരും? 341 എന്ന് പറഞ്ഞ പ്രസിഡൻഷ്യൽ ഓർഡറിൻ്റെ പരിധിയിൽ വരും. ഫോർ ദ പർപ്പസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആവശ്യത്തിന് വേണ്ടി 341 പരിധിയിൽ വരും. ദിസ് ഷോസ് ദാറ്റ്, അത് ഇങ്ങനെ കാണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇറ്റ് ഈസ് ബൈ വെർച്യൂ ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ് ദാറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കം ഇൻ ടു ബീയിങ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ വന്നത് എന്തുകൊണ്ടാണ്? പ്രസിഡൻഷ്യൽ നോട്ടിഫിക്കേഷൻ കൊണ്ടാണ്. അല്ലാതെ പാർലമെൻറ്റ് അമെൻഡ് ചെയ്തെടുത്ത ഒരു നിയമമല്ല, പാർലമെൻറ്റ് നിർമ്മിച്ചൊരു നിയമമല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ദോ the members of scheduled castes are drawn from caste, race, tribes, they attain the new status by virtue of presidential notification. അതുകൊണ്ട് പട്ടികജാതികൾ ജാതികളായാലും അവർ വർഗങ്ങളായാലും അവർ റേസ് ആണെങ്കിലും ഒരു ജാതിയാണെങ്കിലും they attain a new status. അവർക്കൊരു പ്രത്യേക പരിരക്ഷ കിട്ടി, സ്റ്റാറ്റസ് കിട്ടി. എന്തുകൊണ്ട്? പ്രസിഡൻഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട്. ഇത് പാർലമെൻറ്റാണ് ലിസ്റ്റിനെ തിരിച്ചതെങ്കിൽ പാർലമെൻറ്റ് എപ്പോഴും ഇടപെടുകയും എടുത്തു മാറ്റുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. ഇത് പോസിറ്റീവായിട്ടാണ് ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. മോർ ഓവർ, എന്നിരുന്നാലും അതിൽ കൂടുതൽ പറയണമെങ്കിൽ ദോ ദ മെമ്പേഴ്സ് ഓഫ് ട്രൈബ്സ് മൈറ്റ് ഇൻക്ലൂഡ് ഇൻ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അങ്ങനെ ദോ മെമ്പേഴ്സ് ട്രൈബ്സ് മൈറ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ആരെ ഉൾപ്പെടുത്താൻ പാടില്ല? ട്രൈബ്സിനെ ഉൾപ്പെടുത്താൻ പാടില്ല. ട്രൈബ്സ് ആസ് സച്ച് ഈസ് നോട്ട് മെൻഷൻ ഇൻ ആർട്ടിക്കിൾ 16 സബ്ക്ലോസ് 2. വളരെ വ്യക്തമായി പറയുന്നു. 16 സബ്ക്ലോസ് 2 എന്ന് പറയുന്ന ഭാഗത്ത് ട്രൈബ് എന്ന് പറഞ്ഞിട്ടില്ല. എന്തെന്നേ പറഞ്ഞിട്ടുള്ളൂ? കാസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കാസ്റ്റ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 366-24 ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 16-ൻ്റെ പെർവ്യൂവിൽ വരുന്ന 14, 15, 16-ൻ്റെ സംവരണത്തിൻ്റെ ഭാഗത്താൽ ചർച്ച ചെയ്യുന്ന കാസ്റ്റ് എന്തല്ല? ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല. മാത്രമല്ല 16-ലെങ്ങും ട്രൈബ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല. അതുകൊണ്ട് കാസ്റ്റിനും ട്രൈബിനും എന്തില്ല? ക്രീമി ലെയർ ഇല്ല എന്ന് വളരെ സമർത്ഥമായി സുപ്രീം കോടതി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്. എ ക്ലാസിഫിക്കേഷൻ റീസർവ്ഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഓൾ പേഴ്സൺ ഹു ആർ സിമിലർലി സിറ്റുവേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു സർപ്പസ് ഓഫ് ലോ. നിയമത്തിന് വേണ്ടി എല്ലാവരും ഒരേപോലെയാണ് എങ്കിൽ എ ക്ലാസിഫിക്കേഷൻ ഈസ് റീസണബിൾ. റീസണബിൾ ആയ ഒരു തരംതിരിക്കൽ അവിടെ ആവശ്യമുണ്ട് എന്നാ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി ഫൗണ്ടഡ് ഓൺ സം റീസണബിൾ ഗ്രൗണ്ട്. ചില റീസണബിളായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്താം. വിച്ച് ഡിസ്റ്റിങ്വിഷസ് പേഴ്സൺ ഫ്രം വൺ ഗ്രൂപ്പ് who are grouped together and grounded on the distinction must be rational relation to object sought to be achieved by the rule or even rules in the questions. അവിടെ എന്താ പറഞ്ഞേ? അവിടെ ബഹു രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദ ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി ഫൗണ്ടഡ് ഓൺ സം റീസണബിൾ ഗ്രൗണ്ട്.
ചില റീസണബിളായ ഗ്രൗണ്ട് കൊണ്ട് നമുക്ക് സബ് ക്ലാസിഫിക്കേഷൻ നടത്തണം. എന്നാൽ വിച്ച് ഡിസ്റ്റിങ്വിഷസ് പേഴ്സൺ ഹൂ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ, ഒരു ഗ്രൂപ്പിനകത്തു വരുന്ന ജനങ്ങളെ എന്ത് ചെയ്യണം? തരംതിരിക്കണം, ഡിസ്റ്റിങ്വിഷ് ചെയ്യണം, തിരിച്ചറിയണം. ആൻഡ് ദ ഗ്രൂപ്പ് ഓഫ് ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി റാഷണൽ. അങ്ങനെ തരംതിരിക്കുന്ന എന്തായിരിക്കണം? റാഷണൽ റിലേഷൻ ഉണ്ടായിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ടു സബ്ജക്റ്റ് ടു സൗട്ട് ഓഫ് അച്ചീവ്ഡ് ബൈ ദ റൂൾ ഓർ ഈവൻ ദ റൂൾസ് ഇൻ ക്വസ്റ്റ്യൻ. അതിൻ്റെ റൂളുകൾ എന്താണ്? തരംതിരിക്കേണ്ട റൂൾ ചോദ്യം ചെയ്യപ്പെട്ടാലും ശരി തന്നെ ആ റൂളുകൾ എന്തായിരിക്കണം? വ്യക്തത ഉണ്ടായിരിക്കുന്ന റൂളുകളായിരിക്കണം. അങ്ങനെയാണല്ലോ OBC-ക്കാർക്ക് ക്രീമി ലെയർ കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ടു അസ്യൂം എ പ്രയോറി ദാറ്റ് ക്യാൻ ബി നോ ക്ലാസിഫിക്കേഷൻ വിത്തിൻ ദ ക്ലാസ്. അതിന് ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഒരു ക്ലാസ്സിനകത്ത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ വേണ്ട എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്കാണ് എന്ന് ഇവിടെ പറയുന്നു. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞേ? OBC-യെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ടു അസ്യൂം പ്രയറി ടു ദി വി കനോട്ട് ബി ക്ലാസിഫിക്കേഷൻ വിത്തിൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് വീണ്ടും ക്ലാസ് വേണ്ട എന്ന് മുൻവിധിയോടെ കൂടി സമീപിക്കുന്നത് എന്താണ്? ഒരു മിസ്റ്റേക്കാണ്. സേ ദ ലോവർ ഡിവിഷൻ ക്ലർക്ക്. അപ്പോൾ എന്ത് പറയുന്നു? ഒരു കാറ്റഗറിയാണ് LDC, ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഈഫ് there are intelligible differentia which separate a group within that class from the rest, that differential have been nexus within the object of classification. അവിടെ എന്താ പറഞ്ഞേ? ഒരു ക്ലാസ്സിനകത്ത് ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ ഉണ്ടാകും. എന്താണ് ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ? അവർക്കൊരു കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇടപെടാനുള്ള കഴിവ് വ്യത്യസ്ത തരത്തിലാണ്. അതുകൊണ്ട് ബൗദ്ധികപരമായ വ്യത്യാസം ഒരു ക്ലാസ്സിനകത്ത് തന്നെ ഉണ്ടാകും. If there are individual differentia which separate a group within that class from the rest, that differentia have nexus with the object of classification. അങ്ങനെ ഒരു ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ ഉള്ള വ്യക്തികളെയാണ് എന്ത് ചെയ്യേണ്ടത്? തരംതിരിക്കേണ്ടത് എന്നും പറയുന്നു. I see, ഞാൻ കാണുന്നില്ല. No objection to a further classification. ഫർദർ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്ത് കാണുന്നില്ല? ഒബ്ജക്ഷൻ ഒന്നും കാണുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. ഐ സീ നോ ഒബ്ജക്ഷൻ ഫോർ ഫർദർ ക്ലാസിഫിക്കേഷൻ വിത്തിൻ ദ ക്ലാസ്. ഒരു OBC എന്ന് പറഞ്ഞ ജാതിക്കകത്ത് പ്രത്യേക തരംതിരിക്കുന്നതിന് ഒബ്ജക്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. ഇറ്റ് ഈസ് നോ ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ല. എ പാരഡോക്സ് ദാറ്റ് ദോ in one sense classification bring about inequality. ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ അവിടെ ഇന്നിക്വാളിറ്റി ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് നോ ഡൗട്ട്, ഒരു തർക്കവുമില്ല. എബൌട്ട് ഇന്നിക്വാളിറ്റി, ഇന്നിക്വാളിറ്റിയെക്കുറിച്ച് ഒരു തർക്കവുമില്ലെന്ന്. ഇറ്റ് ഈസ് നോ ഡൗട്ട് എ പാരഡോക്സ് ദാറ്റ് ദോ ഇൻ വൺ സെൻസ് ക്ലാസിഫിക്കേഷൻ ബ്രിങ് അബൌട്ട് ഇന്നിക്വാളിറ്റി. അങ്ങനെ ഇന്നിക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെ കൊണ്ട് ഒരു തർക്കവുമില്ല, ഒരു ഡൗട്ടുമില്ല. ഇറ്റ് ഈസ് പ്രൊമോട്ടീവ് ഓഫ് ഇക്വാളിറ്റി ഇഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ബ്രിങ് ദോസ് ഹു ആർ ഷെയർ എ കോമൺ ക്യാരക്ടറിസ്റ്റിക് അണ്ടർ എ ക്ലാസ് ഓഫ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ സഫീഷ്യൻ്റ് ഓഫ് ജസ്റ്റിഫൈഡ് റീസൺ. ന്യായീകരിക്കാൻ പറയുന്ന മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ ഉള്ളിടത്ത് പ്രത്യേകം തരംതിരിക്കൽ ആകാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു. അത് OBC-യുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അതേ തത്വം നമ്മുടെ കാര്യത്തിലും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ശ്രമിക്കുന്നത്. ഇൻ ദിസ് വ്യൂ, ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വീക്ഷണത്തിൽ, ഐ ഹാവ് നോ ഡൗട്ട്, എനിക്കെന്തില്ല? ഡൗട്ടില്ല. ദാറ്റ് ദ പ്രിൻസിപ്പിൾ ലെയ്ഡ് ഡൗൺ ഓൾ ഇന്ത്യ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആൻഡ് അസോസിയേഷൻ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് കാറ്റഗറി. ഓൾ ഇന്ത്യ സ്റ്റേഷൻ മാസ്റ്റർ കാറ്റഗറിയും അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ കാറ്റഗറിയും തമ്മിലൊരു കേസുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സബ് ക്ലാസിഫിക്കേഷൻ നടത്താം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവിടെ പറയുന്നത്. ഓക്കെ, 53-ാമത്തെ പേജ് വരായി. അടുത്തത്
A combined reading of Article 46 and Article 24, Article 25 and Article 306. എന്താ പറഞ്ഞേ? 46 എന്ന് പറയുന്ന ആർട്ടിക്കിളും 360-ന്റെ 24, 25 കൂട്ടി വായിച്ചാൽ 46 വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. 46 എന്തുവാ പറയുന്നേ? 46 പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് 46 പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണങ്ങൾ നടത്താമെന്നാണ് 46 പറയുന്നത്. പട്ടികജാതിക്കാരുടെയും പട്ടികഗോത്രങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരമായ താല്പര്യം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രം ജനങ്ങളിലെ ദുർബല വിഭാഗങ്ങളുടെ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ ഗോത്രങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരമായ താല്പര്യങ്ങളെ പ്രത്യേക ശ്രദ്ധയോടെ അഭിവൃദ്ധിയോടെയും അവരെ സാമൂഹിക അനീതിയിൽ നിന്നും എല്ലാവിധമുള്ള ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടതാണ് എന്നാണ് 46 പറയുന്നത്. ആ 46-നെ പിൻപറ്റിക്കൊണ്ടും 366-ലെ 24 എന്ന് പറയുന്ന പട്ടികജാതി ഡെഫിനിഷൻ്റെ വ്യാഖ്യാനം കൊണ്ടും 366-ലെ 25-ാമത്തെ പട്ടികജാതികളുടെ വ്യാഖ്യാനം കൊണ്ടും ഒക്കെ നോക്കുമ്പോൾ ക്ലിയർലി ഷോസ് ദാറ്റ് വളരെ വ്യക്തമായി കാണും എന്താണ്? ദ മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതിക്കാരുടെ അംഗങ്ങൾ, ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികവർഗക്കാരുടെ അംഗങ്ങൾ മസ്റ്റ് ബി പ്രസ്യൂംഡ് ടു ബി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ. അവരേതിൽ വരും? പിന്നോക്ക ജാതിയിൽ വരും. പർട്ടിക്കുലർലി അതുകൊണ്ട് വെൻ ദ ക്വസ്റ്റ്യൻ ഗീവ്സ് എക്സാമ്പിൾ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആസ് ബീയിങ് വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, അവരെന്താണ്? വളരെ വീക്കർ സെക്ഷനാണ് സമൂഹത്തിൽ എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട കോടതി 67-ാമത്തെ പാരഗ്രാഫിൽ പറയും. അടുത്തത്, thus in view of this provision the members of scheduled castes and scheduled tribes have been given a special status of constitution. They constitute a class by themselves. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാരും ഒറ്റ ക്ലാസ് ആണ് എന്നും അവർ സ്പെഷ്യൽ പ്രത്യേകമായൊരു സ്റ്റാറ്റസ് ഭരണഘടനയിലുണ്ട് എന്നും 169-ാമത്തെ പാരഗ്രാഫ് പറയുന്നു. ദാറ്റ് ബീയിങ് എ പൊസിഷൻ ഇറ്റ് ഫോളോസ് ദാറ്റ് they do not fall within the purview of Article 16 subclause 2. ഭരണഘടനയുടെ 16 ക്ലോസ് 2-ന്റെ പെർവ്യൂവിൽ ബാക്ക്വേർഡ് ക്ലാസ്സുകാർ മാത്രമേ വരൂ, പട്ടികജാതിക്കാർ വരത്തില്ല. പട്ടികജാതിക്കാർ 66-24 വരുന്നത് എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി പറയുന്നു. ആൻഡ് വിച്ച് പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദം ഇൻ ദ സെയിം സ്റ്റേറ്റ്, പട്ടികജാതിക്കാരെ തരംതിരിക്കാനും പാടില്ല എന്നും പറയും. ഓക്കെ, അടുത്ത നമുക്ക് ഈ പാരഗ്രാഫും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഇഫ് അങ്ങനെയെങ്കിൽ therefore അതുകൊണ്ട് the members of scheduled caste and scheduled tribes are not caste, പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ജാതിയല്ല. then it is open to the state to make reasonable classification in order to advance the lift of these classes that may be able to be properly represented by the service under the state. This can be undoubtedly be done under Article 16 subclause 1 of the Constitution. 16 subclause 1 പ്രകാരമാണ് എന്ത് കൊടുക്കേണ്ടത്? പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സർവീസിലും ഉദ്യോഗത്തിലുമൊക്കെ എന്ത് കൊടുക്കേണ്ടത്? പ്രാതിനിധ്യം കൊടുക്കേണ്ടത്. അത് മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നത്. എന്തുവാ പറയുന്നത്? എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന 16 ക്ലോസ് 1-ന്റെ പരിധിയിൽപ്പെടുത്തി മാത്രമേ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണത്തിൻ്റെ ചർച്ച പാടുള്ളൂ. 16 ക്ലോസ് 2 പ്രകാരം ചർച്ച പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ 54-ാമത്തെ പേജിലെ 1-ാമത്തെ പാരഗ്രാഫ് ഒരു പോയിന്റ് കവർ ചെയ്ത് നമ്മൾ നിർത്തിയേക്കാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പിന്നെ പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോട്ട് ഒത്തിരി ഇതെല്ലാം നമുക്ക് പിന്നെ then why should they refer it to 7 page? അതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്.
ഇവരെല്ലാം പറയണത് അത് പറയാൻ പറ്റില്ല, ഇത് പറയാൻ പറ്റില്ല. എന്നിട്ട് അൾട്ടിമേറ്റ്ലി ദേ റെഫർ ടു 7 ജഡ്ജ് ബെഞ്ചസ്. അതാണ് അതിന്റെ ഒരു അതാണ് എനിക്ക് അല്ല, മനസ്സിലാവുന്നത്. ഈ ചർച്ച ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് OBC-ക്കാരുടെ ക്രീമി ലെയർ വന്നില്ലേ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇതിനെ നടത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ ഡിസ്കഷൻ അല്ല. കാരണം പ്രീവിയസ് കേസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. OBCയുടെ ക്രീമി ലെയർ ആണ് ബീങ് റെഫർഡ് ഇൻ ദിസ് 78 പേജസ് അല്ലേ? 78 പേജസിലെ ഡിസ്കഷനിൽ പ്രധാനമായും OBCയുടെ ക്രീമി ലെയർ ഏർപ്പെടുത്തിയപ്പോൾ നമ്മളെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. And KGB was in favor of creamy layer. Was it for OBC or SC/ST? ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട ക്രീമി ലെയർ OBCയുടെ ക്രീമി ലെയറിനെ കുറിച്ചാണ്. So the KGB was favoring OBC creamy layer for OBC. അതാണോ ഉദ്ദേശിക്കേണ്ടത്? KGB favoring of creamy layer for OBC and also to the scheduled caste and scheduled tribe. But other judges not take the view of KGB and they exclude the scheduled caste and scheduled tribe from the creamy layer system. അല്ലെങ്കിൽ 2006 നമുക്ക് ക്രീമി ലെയർ വരികയല്ലേ? ഒരിക്കലും സെബാസ്റ്റ്യൻ പോള് KGBയുടെ പല ജഡ്ജ്മെന്റ്സും വെച്ചിട്ട് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ചാനലിൽ. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പുള്ളി പറഞ്ഞ ഹി വാസ് ഫേവറിംഗ് ദ റൂളിംഗ് പാർട്ടി ഓൾവേസ് ആൻഡ് ഇറ്റ്സ് ജഡ്ജ്മെന്റ് ഡു നോട്ട് ക്യാരി എനി മെറിറ്റ് അറ്റ് ഓൾ. സെബാസ്റ്റ്യൻ പോളിന്റെ ലാംഗ്വേജ് അറിയാമല്ലോ, വളരെ സരസമായിട്ട്, വളരെ സരസമല്ല, സീരിയസ് ആയിട്ട് ഭയങ്കര ലാംഗ്വേജ്. ആൻഡ് ഈ സെഡ് KGB ആക്ച്വലി എമുലേറ്റിംഗ് ദിസ് കരുണാകരൻ. കരുണാകരനാണ് പുള്ളിയുടെ ഗുരു. ആ സ്റ്റൈലിലാണ് പുള്ളിയുടെ ഓരോ പ്രവർത്തനവും. നമുക്ക് ഒരു ജഡ്ജ്മെന്റും നമുക്കത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. ഞാൻ എന്താണ് KGBനെ കുറിച്ച് സെബാസ്റ്റ്യൻ പോളിന്റെ വാക്കുകളിലൂടെ കേൾക്കുന്നതും നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ വേദന തോന്നും. ഒരുപക്ഷെ KGBയുടെ ഏത് ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിയാലും സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞത് ശരിയാണ്. ഭരിക്കുന്ന പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ അദ്ദേഹം ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നോക്കുമ്പോ നമുക്ക് ഗഗോയോ ഇപ്പൊ ബോബ്ഡെയൊക്കെ ചെയ്യുന്ന സെയിം തിങ് അല്ലേ? അതാണ് കാര്യം. അതുകൊണ്ടാണല്ലോ മോർ ബാക്ക്വേർഡ് എന്നൊരു ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ നമ്മൾ ആർട്ടിക്കിൾ വെച്ച് പറയുന്ന പോലെ തന്നെ ഇത് ശരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ഗുണങ്ങൾ ഇതുകൊണ്ട് ഈ സമൂഹത്തിന് കിട്ടില്ല എന്നും നമുക്ക് തെളിയിക്കാനുള്ള വാദഗതികൾ ഉണ്ടാക്കണം. മാത്രമല്ല സാർ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭൂമി, രാഷ്ട്രീയ അധികാരം, വിദ്യാഭ്യാസം, ഉദ്യോഗം, പൗരോഹിത്യം, വ്യവസായം, കച്ചവടം, ഇത്തരം കാര്യങ്ങളും കൂടെ ഈ ചർച്ചയ്ക്ക് എടുക്കണ്ടേ? വേണം. ആ നിലവിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല എന്ന് പറയണം നമ്മുടെ സമൂഹം. അതാണ് ഞാൻ പറയുന്നത്. പട്ടികജാതിയിൽ തരംതിരിക്കൽ വേണമെന്ന് പറയുമ്പോൾ പട്ടികജാതി മറ്റത്തെ ഇവിടെ അഡ്വാൻസ്ഡ് ക്ലാസ് എന്ന് പറയുന്നവരുമായിട്ട് എങ്ങനെ എത്തി എന്ന ക്വസ്റ്റ്യനും നമ്മൾ അറിയണ്ടേ? വേണം. ആ രീതിയിലെ ചർച്ചയാണ് നമ്മൾ പൊതുസമൂഹത്തിലും കോടതിയിലും എന്ത് ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. ഈ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും ഈ മുന്നോക്ക അവരുടെ അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നാണ് ഈ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ. പക്ഷെ ആ നിലയ്ക്ക് ഒരിക്കലും എത്താത്തൊരു സമൂഹത്തിന് ഇത് ചെയ്യാൻ പാടില്ലെന്ന് തന്നെ പറയണം. അങ്ങനെ വരാത്തൊരു സമൂഹത്തിന് എന്തുകൊണ്ട് ക്രിമി ലെയർ നടപ്പാക്കുന്നു എന്നതിനെ കുറിച്ചും പറയണം. അതെ, അതാണ് പറയേണ്ടത്. അത് എങ്ങനെ പറയും, എവിടെ പറയും? അത് എല്ലാവരും പറയുന്നത് പല മേഖലകളിലായി, നമ്മൾ പല തട്ടുകളിലായി കിടക്കുന്നവരാ. ഓരോ മേഖലകളിലും ഇതിനെപ്പറ്റി ചർച്ചകളും അതിൻ്റെതായ എന്താണോ ഇത് പൊതുസമൂഹത്തെ അറിയിക്കാൻ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത്ര തന്നെ ഞാൻ പറയണം. ഞാൻ നിർത്തുന്നു. ഓക്കെ, ആയിക്കോട്ടെ. സന്ദീപ് സാറേ ഓണാക്കിയേ, കേക്കട്ടെ. സന്ദീപ് സാറേ ഓണാക്കാൻ പറ്റുമെങ്കിൽ ഓണാക്ക്. പിന്നെ ആറാരാ ഉള്ളേ? 6 എമ്മും
രാജീവൻ സി. ആ എനിക്ക് തോന്നുന്നത് കണ്ണൂർ രാജീവാണെന്നാ തോന്നുന്നത്. പിന്നെ മദനനും ഉണ്ട്. ആ മദന സാറും രാജീവ് സാറും ഓണാക്ക്. രാജീവാണ്. ആ പറയൂ പറയൂ കേക്കട്ടെ. സാറേ എന്നോടാണോ? അതെ അതെ അതെ. ഇപ്പൊ ഇടയ്ക്ക് കിട്ടിയില്ലേ, ഒരു കുറച്ച് ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയുള്ളൂ. എല്ലാം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വായിക്കുന്നുണ്ടല്ലോ. കാണുന്നുണ്ട് സാറേ. ആ അത് കാണുന്നുണ്ട്, ഇടയ്ക്ക് കാണുന്നുണ്ട്. അല്ല ഇന്നത്തെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. സന്ദീപേട്ടന് കിട്ടിയോ? ലൈൻ കിട്ടിയോ? ഓണാക്കിയേ. സന്ദീപേട്ടന് ഓണാക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ മോള് വന്നോ രാജീവേട്ടാ? ഹലോ ഹലോ. ഇവിടെ മാധവൻ ചേട്ടൻ ഓണാന്നോ? മാധവൻ ചേ ആ ഹായ്. ഇവിടെ മാധവൻ ചേട്ടൻ ഓണല്ലോ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഹായ് ഹായ് കേൾക്കുന്നുണ്ട്, പറയൂ. ഓഫീസിലെ ഫെഡറേഷന്റെ ഓഫീസിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. KMS